ഇന്ത്യ പാകിസ്ഥാനിൽ അണുബോംബ് വർഷിക്കും. വലിയൊരു യുദ്ധം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ അരങ്ങേറും. പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും കൃത്യമായി ഭാവി പ്രവചിച്ച് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിട്ടുള്ള സിംസൺസ് എന്ന് പറയുന്ന കാർട്ടൂണാണ്. അതെ, ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തീർത്തും വിചിത്രമായ സിംസൺസിൻ്റെ ചില പ്രവചനങ്ങളിലേക്കാണ്, ചില ഭാവി പ്രവചനങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലു ഹിയർ. സിംസൺസ് എന്ന് പറയുന്ന കാർട്ടൂണിനെ കുറിച്ചും അവർ നടത്തിയിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ഭാവി പ്രവചനങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ പല വീഡിയോകളായിട്ട് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് വെറും ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരുന്ന കാലഘട്ടത്തിൽ, അയാൾ പൊളിറ്റിക്സിലേക്ക് പോലും ഇറങ്ങാത്തൊരു കാലഘട്ടത്തിൽ പോലും കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് മാറുമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 9/11 അറ്റാക്ക് അവർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പ്രവചിക്കുകയും അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കൺമുന്നിൽ അരങ്ങേറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും അവരുടെ പല എപ്പിസോഡുകളിലായിട്ട് ഭാവിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഇതുപോലെ തന്നെ അവർ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ള ചിലത് മാത്രമാണ് ഞാനിവിടെ പെറുക്കി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് വരുന്നത് ക്ലൈമറ്റ് കൺട്രോൾ മെഷീനാണ്. ഇന്ന് നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഓഫീസുകളിലൊക്കെ തന്നെയും ക്ലൈമറ്റ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, വെതർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ AC ഉപയോഗിക്കുന്നുണ്ട്. ആ റൂമിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് തണുപ്പിച്ച് ഒന്ന് നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ സിംസൺസ് ഒരിക്കൽ പ്രവചിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പ്രദേശത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്ലൈമറ്റിനെ, അവിടുത്തെ വെതറിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ മെഷീൻ ഭാവിയിൽ മനുഷ്യർ കണ്ടെത്തുമെന്ന് പറയുന്ന കാര്യമാണ്. അതായത് ശക്തമായ ചൂട് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൂടത്രയ്ക്ക് വേണ്ട, നമുക്ക് ലേശം മഴ വേണം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി തന്നെ മഴ പെയ്യിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും, തണുപ്പ് കൂടുതലായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നേരെ തിരിച്ചും കൂടുതലായി തണുപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥയിൽ നമുക്ക് നേരെ തിരിച്ച് ചൂട് വേണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ മെഷീൻ്റെ സഹായത്തോടുകൂടെ ആ ഒരു കാര്യം നമുക്ക് സാധ്യമാകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നടക്കുമെന്ന് നമുക്ക് തോന്നും. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് പോലും നമ്മൾ ഇന്ന് ക്ലൗഡ് സീഡിങ് നടത്തുന്നുണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ മഴ പെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരും കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാമെന്നുള്ള കാര്യം തീർച്ചയാണ്. രണ്ടാമതായിട്ട് സിംസൺസ് നടത്തിയിട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു പ്രവചനം എന്ന് പറയുന്നത് AI കടന്നുവരവും വലിയ തോതിലുള്ള ജോബ് ലോസ് ആണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ IT ഫീൽഡിൽ, IT കമ്പനികളൊക്കെ തന്നെ വലിയ തോതിൽ തന്നെയുള്ള ജോബ് ലോസ് ഉണ്ടാകുന്ന നിലയ്ക്കുള്ള ചില പ്രവചനങ്ങളാണ് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പുറം രാജ്യങ്ങളിലുള്ള പല കമ്പനികളും ഇന്ത്യയിലുള്ള പല കമ്പനികളുമായിട്ട് ടൈപ്പായിട്ട് ഔട്ട്സോഴ്സിങ് മറ്റൊക്കെ നടത്താറുണ്ട്. കമ്പാരിറ്റീവ്ലി കുറഞ്ഞ വേതനം നൽകിയിട്ട് ഇവിടെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ ലഭിക്കും എന്നുള്ള കാര്യം കൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ പല വലിയ കമ്പനികൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും മറ്റേ ആണെങ്കിലും അത് തുടങ്ങിയിട്ടുള്ള കമ്പനികളൊക്കെ തന്നെയും ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു AI കടന്നു വരവോട് കൂടിയിട്ട് ഈ ആളുകളെ ഒന്നും ആവശ്യമില്ലാത്ത നിലയിലേക്കാണ് കാര്യങ്ങളുടെ എല്ലാം പോക്ക്. കമ്പനികളൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള നിലയിൽ അവരുടെ ടെക്നോളജി AI സഹായത്തോടുകൂടെ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള മാറ്റങ്ങൾ തന്നെ പല മേഖലകളിലും ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെയൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും കൃത്യമായിട്ട് AI അല്ല, മറിച്ച് AI ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ തന്നെയാണ് എല്ലാവരുടെയും ജോലികൾ അപഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാലൊക്കെ തന്നെ ഇനിയുള്ള കാലത്ത് ഈ AI ടൂളുകളെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അവ എങ്ങനെ നമ്മുടെ ജോലികളുടെ ആവശ്യങ്ങൾ ഉപയോഗിക്കാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി വ്യത്യസ്തമായ ഒരുപാടധികം AI ടൂളുകളെക്കുറിച്ചും അവയുടെ A to Z കാര്യങ്ങളെക്കുറിച്ചും അത് എങ്ങനെ നിങ്ങളുടെ ഏതൊരു ജോലിയിലും ആവശ്യങ്ങളും ഉപയോഗിക്കാം, അതിലൂടെ എങ്ങനെ കൂടുതലായിട്ട് സമ്പാദിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ AI മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. മുമ്പ് പല വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളോട് സംവദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടധികം ആളുകൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 5999 രൂപ വില വരുന്ന ആ ഒരു കോഴ്സ് നമ്മളിപ്പോഴും നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് വെറും 999 രൂപക്കാണ്. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സർട്ടിഫൈഡ് കോഴ്സാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലികളിലും ആവശ്യങ്ങളിലും ഒക്കെ അത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മൂന്നാമത്തെ പ്രവചനത്തിലേക്ക് കടക്കാം. സിംസൺസ് പ്രവചിച്ചിട്ടുള്ള വലിയ തോതിൽ തന്നെ ആളുകൾ മുഴുവനും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള, ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പ്രവചനം ഏലിയനുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഏലിയനുകൾ നമുക്കിടയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ മനുഷ്യരെ പോലെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം കൊണ്ട് നമുക്ക് അവരെ തിരിച്ചറിയാൻ കഴിയാത്തതാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു പ്രവചനം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ തോതിൽ നിങ്ങൾക്കത് കണക്റ്റ് ആയിട്ട് തോന്നുമായിരിക്കും. ഏതാനും നാളുകൾക്ക് മുമ്പാണ് ലോകപ്രശസ്തമായിട്ടുള്ള ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഏതാനും ഗവേഷകർ ഏലിയനുകൾ നമുക്കിടയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പേപ്പർ പോലും, റിസർച്ച് പേപ്പർ പോലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവേഷകർ പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഏതായാലും നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാലൊക്കെ തന്നെ ഇവരുടെ ഈ പ്രവചനം സത്യമായി
സത്യമായിട്ട് മാറുമോ, സത്യമായിട്ട് പുലരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. സിംസൺസിൻ്റെ നാലാമത്തെ മറ്റൊരു വിചിത്രമായിട്ടുള്ള പ്രവചനം പറക്കുന്ന കാറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് ഇന്നോ ഇന്നലെയോ അല്ല, 2010 തന്നെ പറക്കുന്ന കാറുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവചനം സിംസൺസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാർട്ടൂണിലെ ഒരു ക്യാരക്ടർ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുന്ന അവസരത്തിൽ പുറത്തുകൂടെ പറക്കുന്ന ഒരുപാട് കാറുകൾ സഞ്ചരിക്കുന്നതായിട്ട് കാണുകയാണ്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രഡിക്ഷൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് പല രാജ്യങ്ങളിലെയും പല കമ്പനികളും ഈ ഒരു മേഖലയിലേക്ക് വലിയ തോതിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പലരും പറക്കുന്ന കാറുകൾ ഓൾറെഡി വിപണിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പരീക്ഷണ പറക്കലുകൾ പോലും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിലും എത്ര വലിയ പണമുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു ട്രാഫിക് ജാം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കാന്നല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പണമുള്ള ആളുകൾ ആദ്യം തന്നെ ചിന്തിക്കുന്ന കാര്യം ഈ ബ്ലോക്കുകളെ മറികടന്നുകൊണ്ട് എങ്ങനെ അപ്പുറത്തേക്ക് എത്താമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളൊക്കെ നമുക്കിന്ന് ഉപയോഗിക്കാം. പക്ഷേ ചെറിയൊരു ദൂരത്തിലേക്കൊന്നും നമുക്കിത് കൃത്യമായിട്ട് പോകാനോ വരാനോ ഒന്നും ഹെലികോപ്റ്ററുകളോ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാധ്യമല്ല. പോരാത്തതിന് ഹെലികോപ്റ്ററുകളൊക്കെ ലാൻഡ് ചെയ്യുന്നതിനൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളും മറ്റൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പറക്കുന്ന കാറുകൾ ഭാവിയിലേക്ക് അനിവാര്യമാണ്. തീർച്ചയായും പറക്കുന്ന കാറുകൾ ഭാവിയിൽ സർവ്വസാധാരണമായിട്ട് മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് പറക്കുന്ന കാറുകൾ വരുന്ന അവസരത്തിൽ കൂടുതൽ ധനികരായിട്ടുള്ള ആളുകളായിരിക്കാം സമയം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് അത് മേടിക്കാം. എന്നാൽ പതിയെ അത് കോമൺ ആയിട്ട് തീർച്ചയായും മാറി വരുന്നതായിരിക്കും. അഞ്ചാമത്തെ അവരുടെ മറ്റൊരു പ്രഡിക്ഷൻ ചൊവ്വയിൽ മനുഷ്യർ കോളനി സ്ഥാപിക്കുമെന്ന് പറഞ്ഞ കാര്യമാണ്. പല കാലങ്ങളായിട്ട് നമ്മൾ നിരന്തരമായിട്ട് അതിങ്ങനെ കേട്ട് വന്നുകൊണ്ടിരിക്കുക അല്ലേ. ഭാവിയിൽ തീർച്ചയായിട്ടും അത് നടക്കാനുള്ള സാധ്യതകളുണ്ട്. അതിലേക്കുള്ള ഓരോ ഘട്ടങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ലോകത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചൊവ്വയുടെ ഉപരിതലത്തിലായിട്ട് വലിയ തോതിൽ തന്നെ വാട്ടർ ഐസ് കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ ഒരുപക്ഷെ നിങ്ങളും ശ്രദ്ധിച്ചു കാണും. അതുപോലെ തന്നെ പലപ്പോഴും ചൊവ്വയിൽ ഞങ്ങൾ കോളനി സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോലും രംഗത്തേക്ക് വന്നിട്ടുള്ള എലൻ മസ്ക് അദ്ദേഹത്തിൻ്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇതിനുവേണ്ടി വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് വലിയ വിജയം തന്നെ കൈവരിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ് എ ടൈം 100-ലധികം ആളുകളെ സ്പേസിലേക്ക് എത്തിക്കാൻ വരെ ശേഷിയുള്ള ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു സ്പേസ് ക്രാഫ്റ്റ് തന്നെയായിരുന്നു അത്. വിജയകരമായിട്ട് അതിൻ്റെ പരീക്ഷണം അവർ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ മനുഷ്യവാസം സാധ്യമാകും അല്ലെങ്കിൽ അത്തരം ഒരു കാലം പുലരും എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും സിംസൺസിൻ്റെ ഈ ഒരു പ്രഡിക്ഷൻ എത്ര കാലം കൊണ്ട് ഇനി യാഥാർത്ഥ്യമാകും എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. കാത്തിരിക്കാം. അടുത്തൊരു സിംസൺസ് പ്രഡിക്ഷൻ അത് റോബോട്ട് മെയ്ഡുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. റോബോട്ടിക് ഉപകരണങ്ങൾ ഇന്നും നമ്മുടെ വീടുകളിലൊക്കെ നമ്മളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു സർവ്വസാധാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സിംസൺസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത് റോബോട്ട് മെയ്ഡുകളെ കുറിച്ചാണ്, റോബോട്ട് വേലക്കാരികളെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാ ജോലികളും കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റോബോട്ട്, അത് അടിച്ചുവാരും തുടക്കും, നമുക്ക് വേണ്ടിയുള്ള ഭക്ഷണം പാകം ചെയ്തു തരും, അത് നമുക്ക് വേണ്ട വസ്ത്രങ്ങൾ കൃത്യമായിട്ട് അലക്കല്ലിൽ കൊണ്ടുപോയിട്ട് അലക്കിയിട്ട് കൊണ്ടുതരും, മുറ്റത്തുള്ള പ്ലാവിടെയും മറ്റുമൊക്കെ എടുത്ത് പെറുക്കി കളയും, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു വേലക്കാരി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യോ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റോബോട്ട്. അപ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കിടയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പല റോബോട്ടുകളും നമ്മുടെ ഇടയിലേക്ക് പോലും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഹ്യൂമൻ ലൈക്ക് റോബോട്ടുകളൊക്കെ വലിയ തോതിൽ തന്നെ വിപണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെസ്ലയാണെങ്കിലും ബോസ്റ്റോൺ ഡൈനാമിക്സ് എന്ന് പറയുന്ന കമ്പനി ആണെങ്കിലും ഇത്തരത്തിൽ ഹ്യൂമൻ ലൈക്ക് റോബോട്ടുകൾ ഓൾറെഡി വിപണിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏഴാമത്തെ സിംസൺസിൻ്റെ ഒരു പ്രഡിക്ഷൻ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ്, മ്യൂസിക്കിനെ ആയുധമാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് സിംസൺസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത് മ്യൂസിക് കോൺസേർട്ടുകൾ വെച്ചുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടികളും അതുപോലെ തന്നെ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുമെല്ലാം തന്നെ മനുഷ്യരെ കൺട്രോൾ ചെയ്യും, അവരുടെ ഇമോഷനെയും അവരുടെ ഓരോ പ്രവൃത്തികളെയും പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുമെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ട് മറ്റു സുപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ കോർപ്പറേറ്റ്സും പൊളിറ്റീഷ്യൻസും ഒക്കെ വലിയ തോതിൽ തന്നെ ഭാവിയിൽ ഉപയോഗിക്കുമെന്ന നിലയിലാണ് ഈ ഒരു പ്രവചനം വരുന്നത്. എട്ടാമത്തെ സിംസൺസിൻ്റെ മറ്റൊരു വിചിത്രമായിട്ടുള്ള പ്രവചനം ഒരു നഗരത്തിൻ്റെ മുകൾ ഭാഗത്ത് വലിയൊരു ഡോം സ്ഥാപിക്കപ്പെടും എന്നുള്ള കാര്യമാണ്. അതായത് ആ ഒരു സിറ്റി, ആ നഗരത്തെ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിസൈൽ അറ്റാക്കുകളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ആ നഗരത്തെ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ഡോം തന്നെ ആ ഒരു നഗരത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെടുമെന്നുള്ളതാണ് ഇവരുടെ വിചിത്രമായിട്ടുള്ള ഒരു പ്രവചനം. ഇതൊക്കെ എത്രത്തോളം സത്യമാകും എന്നുള്ളത് തീർച്ചയായും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തതായി ഒമ്പതാമതായിട്ടുള്ള അവരുടെ ഒരു പ്രവചനം ഫാം ടു ടേബിൾ റെസ്റ്റോറൻറ്റുകൾ നാട്ടിലെങ്ങും കൂണുപോലെ മുളച്ചു പൊങ്ങുമെന്ന് പറയുന്ന കാര്യമാണ്. ഇന്നത്തെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സിസ്റ്റം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ
തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒക്കെ ആരെങ്കിലുമൊക്കെ അവിടുത്തെ ഫാമുകൾ വിളയിച്ചെടുത്തിട്ടുള്ള പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ റെസ്റ്റോറൻറ്റുകൾ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ അതിനെ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ളത്, എന്തൊക്കെ തരത്തിലുള്ള രാസവസ്തുക്കൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കൺഫ്യൂഷൻസ്, ഒരുപാടധികം ആവലാതികൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം ഇതിന് പകരമായിട്ട് ഈ റെസ്റ്റോറൻറ്റ്സ് ഇടനിലക്കാരായിട്ടുള്ള കംപ്ലീറ്റ് ആളുകളെയും തട്ടിയിട്ട് ഓരോ റെസ്റ്റോറൻറ്റുകളും സ്വന്തമായിട്ടൊരു ഫാം തുടങ്ങിയിട്ട് അവിടെ വിളയിച്ചെടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങളും പഴവർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത വിഭവങ്ങൾ ഈ റെസ്റ്റോറൻറ്റുകളിൽ നിർമ്മിച്ച് ആളുകൾക്ക് സെർവ് ചെയ്യുന്ന ഒരു രീതി തീർച്ചയായിട്ടും വരും കാലത്ത് വലിയ തോതിൽ തന്നെ വരുമെന്നുള്ള നിലയിലാണ് ഈ ഒരു പ്രഡിക്ഷൻ വരുന്നത്. അപ്പം നാളുകൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എത്രയധികം വില കൂടിയാലും തിരക്കടില്ല, നല്ല ഭക്ഷണം കിട്ടണം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഭാവിയിൽ ഈ ഒരു കാര്യവും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 10ാമത്തെ സിംസൺസിൻ്റെ ഒരു പ്രഡിക്ഷൻ സെൽഫ് ഡ്രൈവിംഗ് കാറുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വളരെയധികം കോമൺ ആയിട്ട് ആളുകൾ അത് ഉപയോഗിക്കുന്ന നിലയിലാണ് സിംസൺസിൻ്റെ ഈ പ്രഡിക്ഷൻ. ഇന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ അമേരിക്കയിലും മറ്റൊക്കെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, UAE-യിലൊക്കെ പല ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ കൃത്യമായിട്ട് സ്റ്റിയറിങ്ങിന് മേൽ കൈവെക്കണമെന്ന് പറയുന്ന റൂളുകളും മറ്റൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ആണെങ്കിലും വ്യത്യസ്ത ചില കമ്പനികളാണെങ്കിലും ഓൾറെഡി സെൽഫ് ഡ്രിവൺ ടാക്സികൾ പോലും വിപണിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ തന്നെ പലപ്പോഴായിട്ട് ആക്സിഡൻറ്റുകളിൽ പോയി ചെന്ന് പെടാറുമുണ്ട്. അപ്പം ഇന്ന് ഞാൻ ന്യൂസൊക്കെ പരിശോധിച്ച് നോക്കിയ സമയത്ത് ഇതുപോലെ തന്നെ അമേരിക്കയിൽ എന്തോ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറ് അത് വഴി തെറ്റിയിട്ട് നേരെ ഓപ്പോസിറ്റ് ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പുറകെ വന്നിട്ടുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിനെ തടഞ്ഞു നിർത്തുകയുണ്ടായി. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നേരെ ഈ ഒരു കാറിന് അടുത്തേക്ക് ചെന്ന് നിന്ന അവസരത്തിൽ കാറിൻ്റെ ഗ്ലാസ് ഓട്ടോമാറ്റിക്കലി താഴ്ന്നു വരികയും ആ കാറിനകത്തുള്ള സ്പീക്കറിലൂടെ കസ്റ്റമർ കെയറിലുള്ള ഈ ഒരു കാർ നിർമ്മിച്ചിട്ടുള്ള സെൽഫ് ഡ്രൈവിംഗ് കാർ നിർമ്മിച്ചിട്ടുള്ള കമ്പനിയുടെ അധികൃതർ പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ഹോളിവുഡ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് നമ്മുടെ റിയൽ ലൈഫിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലവിൽ നമ്മൾ ഈ ഒരു മേഖലയിൽ നേരിടുന്നുണ്ടെങ്കിലും വൈകാതെ വരും കാലത്ത് ഈ ഒരു മേഖലയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി 11ാമതായിട്ടുള്ള സിംസൺസിൻ്റെ ഒരു പ്രഡിക്ഷൻ അത് ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ജീവികളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു പൂച്ചയെ വേണം, അതിൻ്റെ രൂപം ഇങ്ങനെ ആയിരിക്കണം, അതിൻ്റെ കൈകാലുകൾ ഇന്ന നിറത്തിലായിരിക്കണം, അതിൻ്റെ രോമം ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ ചില ലാബുകളിൽ ചെന്നിട്ട് ഈ ആഗ്രഹങ്ങളൊക്കെ നേരെ പറഞ്ഞു നൽകുകയാണെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു പൂച്ചയെ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരികയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇത്തരമൊരു കാര്യം ഭാവിയിൽ സംഭവിക്കുമെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സിംസൺസ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. 12ാമത്തെ സിംസൺസിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പ്രഡിക്ഷൻസ് ഏലിയനുകളും അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അമേരിക്കക്ക് ഓൾറെഡി ഭൂമിയിൽ ഏലിയനുകളുള്ള കാര്യം, ഭൂമിയിലേക്ക് ഏലിയനുകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാം. അത് അവർ മറച്ചു വെക്കുന്നതാണ് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള ഈ ഒരു പ്രഡിക്ഷൻ. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടാകുമോ അല്ലെങ്കിൽ ഇതൊക്കെ സത്യമായിട്ട് പുലരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 13ാമത്തെ പ്രഡിക്ഷൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പം കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ആണവായുധങ്ങൾ, ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചു എന്ന് തുടങ്ങിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഒരു കാർട്ടൂണിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് വെച്ചുകൊണ്ടാണ് ആളുകൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സിംസൺസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ തന്നെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ മോശം സാഹചര്യങ്ങളിലേക്ക് എത്താറുണ്ട്. നിരന്തരമായിട്ടൊരു ഉരസൽ എപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും പല നിലക്കുള്ള പ്രശ്നങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളുടെ കയ്യിലും ആണവായുധങ്ങളുമുണ്ട്. അപ്പം ഇത്തരത്തിലുള്ളൊരു കാര്യം യാഥാർത്ഥ്യമായിട്ട് പുലരുകയാണ് എങ്കിൽ തീർച്ചയായും അത് ഒരുപാടധികം ആളുകളുടെ ജീവനൊക്കെ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് വലിയൊരു മോശം സാഹചര്യത്തിലേക്ക് തന്നെ ലോകത്തെ ഒന്നടങ്കം എത്തിച്ചേരുന്നതായിരിക്കും. ഇരു രാജ്യങ്ങളുടെയും സഖ്യകക്ഷികളൊക്കെ ഒരു പക്ഷേ ഇത്തരം ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഇതിൽ ഇടപെടുന്നതായിരിക്കും. ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും എത്താൻ ഇതൊക്കെ തന്നെ കാരണമായിട്ട് മാറുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള ചില സിംസൺസ് പ്രഡിക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്, ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്ന അവസരത്തിൽ തന്നെ തീർച്ചയായിട്ടും ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം നിങ്ങൾക്കും തോന്നുന്നില്ലേ? അപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് സിംസൺസ് ഈ ഒരു കാര്യം പ്രവചിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഏവർക്കും ഒരുപോലെ തോന്നുന്ന പല കാര്യങ്ങളൊക്കെ തന്നെ ഇവരും അതുപോലെ ഇവരുടെ കാർട്ടൂണുകളിലേക്ക് അഡാപ്റ്റ് ചെയ്യാറുണ്ട്. അവയിൽ ചില കാര്യങ്ങൾ കോയിൻസിഡൻസ് ആയിട്ട് അതുപോലെ തന്നെ സംഭവിക്കാറുണ്ട്. അപ്പോൾ
ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പിന്നാമ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ 100% നടക്കാൻ സാധ്യതയുണ്ടെന്നും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്നും നിങ്ങൾക്ക് തോന്നുന്ന സിംസൺസിൻ്റെ ആ പ്രഡിക്ഷൻ ഏതാണെന്നതിനെക്കുറിച്ച് തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ വളരെ ലളിതമായി വ്യത്യസ്തമായ AI ടൂളുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള AI മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന നമ്മുടെ കോഴ്സിൻ്റെ ലിങ്ക് കാര്യങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വെറും 999 രൂപക്കാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രൈസിൽ നമ്മൾ ഇനി വരുന്ന ആളുകളിൽ വ്യത്യസ്ത മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു സുവർണ്ണ അവസരം തന്നെയാണ് AI ടൂളുകളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഭാവി സുരക്ഷിതമാക്കാം. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ